ഒരവസരം കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തത്തിൽ നന്നാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ നോക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ഞാനങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു സൊല്യൂഷൻ എന്നല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ അധികാരത്തിൻ്റെ ചിഹ്നങ്ങൾ ആദ്യം സർവകലാശാലയുടെ നിരത്ത് കളയണം. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഈ കാറിൻ്റെ മുമ്പ് പേരെഴുതി വെച്ചിരിക്കുന്നതന്നെ സ്വർണ്ണ നിറത്തിൽ രജിസ്ട്രാർ എന്ന് വലിയൊരു അക്ഷരത്തിൽ എഴുതി ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകും. മുമ്പിൽ ഒരു കൊടിയും കെട്ടിയിട്ടുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ ചോദിക്കണേ, ഒരു കാർ എവിടെയെങ്കിലും വരുമ്പോൾ അത് യൂണിവേഴ്സിറ്റിയുടെ കാറാണെന്ന് അറിയിക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. കാരണം അതൊരു ഒഫീഷ്യൽ വെഹിക്കിളാണ് എന്നറിയുകയും അതിന് വേണ്ടുന്ന ചില പരിഗണനകൾ കൊടുക്കുകയും ചെയ്യുക. അതിനകത്തിരിക്കുന്നത് രജിസ്ട്രാറാണെന്ന് ആർക്കാണ് അറിയേണ്ടത്? ആർക്കും അറിയേണ്ടായിരിക്കില്ല. വലിയ സ്വർണ്ണ അക്ഷരങ്ങൾ മുമ്പിൽ എന്തിനാണ് കൊടി വെച്ചിരിക്കുന്നത്? നിങ്ങൾ രാജാവിൻ്റെ കാലത്ത് വല്ലതാണോ ജീവിക്കുന്നത് കൊടി വെച്ചിട്ട് ഇതിന് പോകാനായിട്ട്? രണ്ടാമത്, കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെന്ന് നമ്മളൊരു കാര്യം ചോദിക്കുന്നു, നമ്മളൊരു ലീവ് ചോദിക്കുന്നു. അപ്പോൾ അടിച്ചു വരുന്നത് ഉത്തരവായിരിക്കുന്നു എന്ന്. ഈ സെക്രട്ടേറിയറ്റ് അങ്ങനെ ചെയ്യാമായിരിക്കാം, ഞാനതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല. ഞാൻ രാഷ്ട്രീയത്തിലോ ഭരണത്തിലോ ഒന്നും ഉള്ള ആളല്ല. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു അവധി പാസ്സാക്കുന്നതിന് എന്തുകൊണ്ട് ഉത്തരവാകും? എന്തുകൊണ്ട് നമ്മുടെ വീരശൂര പരാക്രമികൾ ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല? നിങ്ങൾ അധികാരത്തിൻ്റെ ഘടന യൂണിവേഴ്സിറ്റിയുടെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കും. ഇനി ഇത് ഞാൻ ഭരണപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ സൂചിപ്പിച്ചു അക്കാഡമിക് ലീഡർഷിപ്പിന് പ്രാമുഖ്യമില്ല. ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റിയിൽ 2 സമിതികളാണുള്ളത്. ഒന്ന് അക്കാഡമിക് കൗൺസിൽ, ഒന്ന് സെനറ്റ്. സെനറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത 10-15 പേരും കുറച്ച് എക്സെഫിഷ്യോ മെമ്പേഴ്സും ചേർന്നാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. എന്തുകൊണ്ട് അക്കാഡമിക് കൗൺസിലിന് അങ്ങനെ ഒരു സമിതിയില്ല? എൻ്റെ അഭിപ്രായം, അക്കാഡമിക് കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രൊഫസേഴ്സായിട്ടുള്ള 15 പേര് ചേരുന്ന മറ്റൊരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അക്കാഡമിക് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഈ PhD അവാർഡ് ചെയ്യുന്നതും അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അധ്യാപകരെ ശിക്ഷണ നടപടി എടുക്കുന്നതും അവരുടെ മുമ്പിലായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഏറ്റവും മികച്ച ഒരു പ്രൊഫസർ ചെന്ന് ഇരിക്കുന്നത് ശിക്ഷണ നടപടി എന്ന് പറഞ്ഞിരിക്കുന്ന അയാൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പയ്യൻ അവിടെ വന്നിരിക്കുകയാണ്. ഇത് ചെറിയ കാര്യമല്ല.